മന്ത്രി സജി ചെറിയാനെതിരായ വിമർശനത്തിന് പിന്നാലെ ജി സുധാകരനെതിരെ CPM സംസ്ഥാന കമ്മിറ്റി സ്വീകരിച്ച അച്ചടക്ക നടപടിയുടെ രേഖ പുറത്ത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തി എന്നതായിരുന്നു സുധാകരനെതിരായ നടപടിക്ക് കാരണം. പരാതി അന്വേഷിച്ച എളമരം കമ്മീഷന്റെ റിപ്പോർട്ടിൽ ജി സുധാകരനെതിരെ ഗുരുതര പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പാർട്ടി രേഖയിൽ പറയുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ ചുമതലയാണ് പാർട്ടി ജി സുധാകരന് നൽകിയത്. സ്ഥാനാർത്ഥി മോഹമുണ്ടായിരുന്ന സുധാകരൻ പ്രവർത്തനങ്ങളിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന H. സലാം നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ എളമരം കരീമിനെയും KJ തോമസിനെയും സംസ്ഥാന കമ്മിറ്റി അന്വേഷണത്തിന് നിയോഗിച്ചു. റിപ്പോർട്ടിലുണ്ടായിരുന്നത് സുധാകരനെതിരെ ഗുരുതര പരാമർശങ്ങൾ. ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറിച്ചു, അമ്പലപ്പുഴ മണ്ഡലത്തിന് മതിയായ തുക നൽകിയില്ല, ലഭിച്ച ഫണ്ട് തന്നിഷ്ടപ്രകാരം വിനിയോഗിച്ചു തുടങ്ങിയവയായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തലുകൾ. CPM സ്ഥാനാർത്ഥി STPI-കാരനാണെന്ന പ്രചാരണത്തിൽ ജി സുധാകരൻ മൗനം പാലിച്ചെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. സുധാകരനെതിരെ പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന ഉയർന്ന അച്ചടക്ക നടപടി വേണമെന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ചതും പാർട്ടിയിലെ ദീർഘകാല സേവനവും പരിഗണിച്ച് നടപടി പരസ്യശാസനയിൽ ഒതുക്കി. CPM-നും ജില്ലയിലെ ചില പ്രധാന നേതാക്കൾക്കുമെതിരെ ജി സുധാകരൻ കടുത്ത വിമർശനം തുടരുന്നതിനിടെയാണ് പാർട്ടി രേഖ പുറത്തുവരുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.